കെ ന്യൂസിന്റെ വാരാന്ത്യ വാർത്താ വിശകലന പരിപാടിയായ മാപ്ര മാർക്കറ്റിലേക്ക് സ്വാഗതം. കേരള ഗവർണറായി രാജേന്ദ്ര വിശ്വനാഥ് ആർലേക്കർ രാജ്ഭവനിൽ നടന്ന ചടങ്ങിൽ സത്യപ്രതിജ്ഞ ചെയ്ത് ചുമതലയേറ്റു. അതേസമയം പഴയ ഗവർണർ പോയി പുതിയ ഗവർണർ വരുന്നതിന്റെ ഇടയിൽ രാജ്ഭവനിലേക്ക് 2 വാഹനങ്ങൾ വാങ്ങാൻ ഇന്നലെ നടന്ന മന്ത്രിസഭാ യോഗത്തിൽ തീരുമാനമായിരുന്നു. ഇനി വന്നിട്ട് പണ്ട് ആരിഫ് മുഹമ്മദ് ഖാൻ ചോദിച്ച് വലിയൊരു കാറ് കൂടി വാങ്ങിയതുപോലെ ചോദിക്കുന്നതിന് മുന്നേ വാങ്ങി വെച്ചിട്ടുണ്ട് നമ്മുടെ സർക്കാർ. അതാണ് പിണറായി സർക്കാർ. സ്നേഹിച്ചാൽ നക്കിക്കൊല്ലും, അല്ലെങ്കിൽ ഞെക്കിക്കൊല്ലും. പക്ഷെ പിടിച്ചതിലേറെ വലുതാണ് അളയിൽ കിടക്കുന്നത് എന്ന് പറഞ്ഞ പോലെ പോയ ഗവർണറേക്കാൾ വലിയ പുലിയാണോ വന്നിരിക്കുന്നതെന്ന് ഇനി കണ്ടറിയണം. പോയതും വന്നതും പണ്ട് കാക്കിനിക്കറും കുറുവടിയുമായി രംഗത്തേക്ക് വന്നവരാണേ. സ്മരണ വേണം ഗവർണറെ. ജലാശയങ്ങളിലും പൊതുസ്ഥലങ്ങളിലും മാലിന്യം വലിച്ചെറിയുന്നവരിൽ നിന്ന് കനത്ത പിഴ ഈടാക്കുമെന്നും ഇത്തരക്കാരെ കുറിച്ച് വിവരം അറിയിച്ചാൽ ഇനി മുതൽ പാരിതോഷികം ലഭിക്കുമെന്നും തദ്ദേശ എക്സൈസ് വകുപ്പ് മന്ത്രി MB രാജേഷ്. ഇത്തരം നിയമലംഘനങ്ങൾ പരിശോധിച്ച് 10,000 രൂപ ശിക്ഷ ഈടാക്കിയാൽ അതിൽ നിന്ന് 2,500 രൂപ വിവരമറിയിച്ച ആളിന് ലഭിക്കും. ഫോട്ടോയോ വീഡിയോയോ പൊതുജനങ്ങൾക്ക് 94 46 70 08 00 എന്ന വാട്സപ്പ് നമ്പറിലേക്ക് അയക്കാനും കഴിയും. ആളെ തിരിച്ചറിയാൻ കഴിയുന്ന വിധത്തിലോ വണ്ടി നമ്പർ തിരിച്ചറിയാൻ കഴിയുന്ന വിധത്തിലോ ആവണം എത്ര ഈ അയക്കേണ്ടത്. വെറുതെ മൊബൈലിൽ കളിച്ചുകൊണ്ടിരിക്കുന്നവർക്കൊക്കെ ഒരു വരുമാന മാർഗമായി. പക്ഷെ കമ്മീഷൻ 2,500 കൊടുക്കുന്ന കൂട്ടത്തിൽ പോലീസ് സംരക്ഷണം കൂടി കൊടുക്കേണ്ടി വരും. അതെന്താ അങ്ങനെ പറഞ്ഞ്? അതിപ്പോ ആരയച്ച മെസ്സേജിന്റെ അടിസ്ഥാനത്തിലാണ് കേസെടുത്ത് ഫൈൻ അടപ്പിക്കുന്നതെന്ന വിവരം അറിയുന്നതോടെ മെസ്സേജ് അയച്ചവൻ അടി കിട്ടേണ്ടെങ്കിൽ നാട് വിടേണ്ടി വരും. അതല്ലേ ഇവിടെ ഇപ്പോൾ ഉള്ളൊരു നാട്ടുനടപ്പ്. അത് ശരിയാ. ഈ ഹാപ്പി ന്യൂ ഇയർ പറയാത്തവനായിട്ട് ഒരുത്തൻ 20 കുത്തുകുത്തിയ സ്ഥലമാണ് കേരളം. മാത്രമല്ല 14 വയസ്സുകാരനാണ് വെറുതെ ഒരു രസത്തിന് ഒരുത്തനെ കുത്തിക്കൊന്നത്. അപ്പൊ പിന്നെ മാലിന്യം വലിച്ചെറിയുന്നവരെ പഴയ മാതിരി നാട്ടുകൂട്ടം പതിയിരുന്ന് പിടിച്ച് നാട്ടുനീതി ആദ്യം നടപ്പിലാക്കുക, എന്നിട്ട് പോലീസിന് അവനെ കൈമാറുക. ആൾക്കൂട്ടമാകുമ്പോൾ ഒരു പ്രശ്നവും ഉണ്ടാവില്ല. അത് മതി. 2,500 ഒന്നും ഞങ്ങൾക്ക് വേണ്ട സാറന്മാരെ. മൃദംഗ വിഷനെ കുറിച്ച് നടക്കുന്നത് വ്യാജ പ്രചരണമാണെന്ന് പ്രൊപ്പറേറ്റർ നികോഷ് കുമാർ. എല്ലാ പണമിടപാടും ബാങ്ക് വഴിയാണ് നടന്നതെന്നും 3.5 കോടി രൂപയാണ് പരിപാടിക്കായി കളക്ട് ചെയ്തിട്ടുള്ളതെന്നും അതിൽ 3 കോടി 10 ലക്ഷം രൂപ ചെലവായി എന്നുമാണ് നികോഷ് കുമാർ പറയുന്നത്. 390 രൂപയുടെ സാരി 1,600 രൂപയ്ക്ക് നൽകിയിട്ടില്ലെന്നും 2,900 രൂപയാണ് പരിപാടിയിൽ പങ്കെടുക്കാനായി ഒരാളിൽ നിന്ന് വാങ്ങിയതെന്നും അതിൽപ്പെടുത്തിയാണ് സാരി നൽകിയതെന്നും 24 ലക്ഷം രൂപ ഗിന്നസ് വേൾഡ് റെക്കോർഡുകാരന് കൈമാറിയെന്നും അദ്ദേഹം വ്യക്തമാക്കിയിട്ടുണ്ട്. പക്ഷെ കല്യാൺ സിൽക്ക് പറയുന്നത് അങ്ങനെയല്ലല്ലോ. അതാണ് മുകില്. മൃദംഗനാദം പരിപാടിയുടെ സംഘാടകർ 12,500 സാരിയുടെ ഓർഡറാണ് നൽകിയതെന്നും പ്രസ്തുത പരിപാടിക്ക് വേണ്ടി മാത്രം കുറഞ്ഞ സമയത്തിനുള്ളിൽ ഡിസൈൻ ചെയ്ത ഓരോ സാരിക്കും വെറും 390 രൂപ വീതമാണ് തങ്ങൾ വാങ്ങിയതെന്നും എന്നാൽ പിന്നീടാണ് സംഘാടകർ ഒരു സാരിക്ക് 1,600 രൂപ വീതമാണ് ഈടാക്കിയതെന്നും അറിയുന്നതെന്നാണ് കല്യാൺ സിൽക്സ് വിശദീകരിച്ചത്. അതിപ്പോ നെയ്യപ്പം തിന്നാ 2 ഗുണം എന്നാണല്ലോ. നമ്മുടെ എല്ലാം നാടുകളിലുള്ള എത്രയെത്ര ഡാൻസ് ടീച്ചർമാരാണ് ഡാൻസ് വിദ്യാർത്ഥികളെയും കൊണ്ടുപോയി ഗിന്നസ് ബുക്കിൽ ചാടിക്കയറിയത്. അപ്പൊ പിന്നെ ഒരു 4,000 രൂപയൊക്കെ ഒരു കുട്ടിക്ക് ചെലവായാൽ എന്താ? ആ റെക്കോർഡ് എല്ലാവർക്കും അയച്ചു കൊടുക്കുമെന്നാണ് കേട്ടത്. പോരെ? അതിനിടെ എറണാകുളം കലൂർ സ്റ്റേഡിയത്തിൽ MLA ഉമാ തോമസിന് അപകടമുണ്ടാക്കിയ സംഭവവുമായി ബന്ധപ്പെട്ട് എടുത്ത കേസിൽ അറസ്റ്റിലായ 3 പ്രതികൾക്ക് ഇടക്കാല ജാമ്യവും കിട്ടി. മൃദംഗ വിഷൻ CEO ഷമീർ, ഇവന്റ് കമ്പനി മാനേജർ കൃഷ്ണകുമാർ, ബെന്നി എന്നിവർക്കാണ് ഇടക്കാല ജാമ്യം ലഭിച്ചത്. അതേസമയം ഉമാ തോമസ് MLAക്ക് പരിക്ക് പറ്റിയ സംഭവവുമായി ബന്ധപ്പെട്ട് നഗരസഭ ഹെൽത്ത് ഇൻസ്പെക്ടർക്ക് സസ്പെൻഷനും കിട്ടി. എനിക്ക് മനസ്സിലാകാത്തത് മന്ത്രിയും പോലീസ് ഉന്നതന്മാരും ഒക്കെ പങ്കെടുത്ത പരിപാടിക്കിടെയുണ്ടായ ആ അനിഷ്ട സംഭവത്തിൽ ആ പാവത്തിനെ എന്തിനാണ് സസ്പെൻഡ് ചെയ്തതെന്നാണ്. അയ്യേ, അങ്ങനെയൊന്നും ചോദിക്കരുത്.
എല്ലാവർക്കും പാഠമാകാൻ സർക്കാർ ഒരു കടുത്ത നടപടി അങ്ങെടുത്തു, അത്ര തന്നെ. കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് നിരക്കാത്ത ഒരുപാട് പ്രവണതകൾ ഇപ്പോൾ തലപൊക്കിയിട്ടുണ്ടെന്നും പണത്തോടുള്ള ആർത്തി മൂത്താൽ കമ്മ്യൂണിസ്റ്റ് ആശയങ്ങളും സ്വന്തം കർത്തവ്യങ്ങളും മറന്നുപോകുമെന്നും CPIയുടെ സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വം. ഭിന്നിപ്പ് കൊണ്ട് നാം എന്ത് നേടിയെന്ന് കമ്മ്യൂണിസ്റ്റ് പാർട്ടി ചിന്തിക്കേണ്ട സമയമാണിതെന്നും ബിനോയ് വിശ്വം പറഞ്ഞായിരുന്നല്ലോ. മൂപ്പർക്ക് CPMനോട് എന്തിനാ നമ്മൾ കമ്മ്യൂണിസ്റ്റ് പാർട്ടി രണ്ടായി പിരിഞ്ഞതെന്നൊന്ന് ചോദിക്കണമെന്ന് പണ്ടേ ഒരു ആഗ്രഹം മൂപ്പര് മനസ്സിൽ കരുതി വെച്ചിരുന്നതാണ്. പ്രത്യേകിച്ച് ആർത്തിമൂത്ത് കമ്മ്യൂണിസ്റ്റ് ആശയങ്ങളും സ്വന്തം കർത്തവ്യങ്ങളും മറന്നു പോകുന്നവരുടെ എണ്ണം ഇരു കമ്മ്യൂണിസ്റ്റ് പാർട്ടികളിലും കൂടി കൂടി വരുന്ന ഈ കെട്ടകാലത്ത്. ശരിയാണ്, ഒരു ചെറിയ റിസോർട്ടോ പാർക്കോ സൂപ്പർ മാർക്കറ്റോ കുറഞ്ഞതൊരു JCB എങ്കിലും സ്വന്തമായി ഇല്ലാത്ത സഖാവിനെ ഒരു നേതാവായി പാർട്ടിയിൽ ആരും കാണുന്നില്ല എന്നതൊരു വസ്തുതയാണ്. അതെ, കട്ടൻ ചായയും പരിപ്പുവടയും ഒരു കമ്മ്യൂണിസ്റ്റിന്റെ ജീവിതം എന്നതിൽ നിന്ന് നമ്മൾ ഇന്ന് എത്ര പുരോഗമിച്ചു എന്ന് കണ്ടു പഠിക്കും ബിനോയ് വിശ്വേട്ട. ഇനി നിങ്ങൾ CPIക്കാരും കൂടി അങ്ങനെ ഒന്ന് നന്നാകാൻ നോക്ക്. സംസ്ഥാനത്ത് ഈ വർഷം ക്രിസ്തുമസ് പുതുവത്സര മദ്യവിൽപ്പനയിൽ വൻ വർധനയെന്ന് റിപ്പോർട്ട്. 712.96 കോടി രൂപയുടെ മദ്യമാണ് ചൊവ്വാഴ്ച വരെ വിറ്റത്. കഴിഞ്ഞ വർഷം ഈ സീസണിൽ വിറ്റത് 697.5 കോടി രൂപയുടെ മദ്യമായിരുന്നു. ഇതിനെ മറികടന്നുകൊണ്ടുള്ള മദ്യവിൽപ്പനയാണ് ഇത്തവണ ഉണ്ടായത്. കർണാടകയിലും മോശമല്ല. അര ദിവസം കൊണ്ട് അവിടെ, അതായത് 2024 അവസാന ദിവസം ഉച്ചയ്ക്ക് 2 മണി വരെ വിറ്റത് 308 കോടിയുടെ മദ്യമാണ് വിറ്റിരിക്കുന്നത്. കർണാടകത്തിലും കേരളത്തിലും പുതുവത്സരത്തലേന്ന് പാമ്പുകളുടെ ഒരു വിളയാട്ടമായിരുന്നു. മുഴുവൻ ദിവസത്തെ കണക്കു കിട്ടിയാൽ ലാഭം ഇനിയും ഉയരുമെന്നാണ് എക്സൈസ് വകുപ്പ് പറയുന്നത്. ഖജനാവിൽ എലി കയറിയ പിന്നെ പാമ്പിനെ വരുത്തുകയാണ് പ്രതിവിധി. മനസ്സിലായില്ല? അതായത് ഖജനാവ് വറ്റി തുടങ്ങി, അപ്പോഴാണല്ലോ അവിടെ എലി കയറുക. അങ്ങനെ എലി കയറുമ്പോൾ ഇങ്ങനെ നാട്ടിലാകെ പാമ്പാകുന്നവന്റെ പണം വാങ്ങി അതിലോട്ട് ഇടാനല്ലേ പറ്റൂ. അതാണ് ചെയ്യുന്നത്. ഈ ബസ് ജീവനക്കാരിൽ ക്രിമിനലുകളും ഗുണ്ടകളും ഉണ്ടെന്നും ഇത്തരക്കാരെ വെച്ചു പൊറുപ്പിക്കില്ലെന്നും കേരളത്തിലെ ഡ്രൈവിംഗിൽ തീരെ അച്ചടക്കമില്ലെന്നും ഗതാഗത വകുപ്പ് മന്ത്രി KB ഗണേഷ് കുമാർ. ഡ്രൈവിംഗ് ലൈസൻസുകളിൽ ബ്ലാക്ക് മാർക്ക് വരാൻ പോവുകയാണെന്നും തനിയെ ലൈസൻസ് റദ്ദാകുന്ന സംവിധാനം കേരളത്തിൽ നടപ്പിലാക്കുമെന്ന് കൂടി അയാൾ പറഞ്ഞു വെച്ചിട്ടുണ്ട്. ക്രിമിനൽ കുറ്റങ്ങളിൽ ഏർപ്പെട്ടിട്ടില്ലെന്ന് പോലീസ് ക്ലിയറൻസ് സർട്ടിഫിക്കറ്റ് ഇല്ലാതെ വണ്ടി ഓടിക്കാൻ കഴിയാത്ത സംവിധാനം നടപ്പാക്കുമെന്നാണ് മന്ത്രി പ്രസ്താവിച്ചത്. വല്ലാത്തൊരു മന്ത്രി. അതിപ്പോ ക്രിമിനൽ കേസുകളിൽ പ്രതിയാണെങ്കിൽ ട്രാൻസ്പോർട്ട് വകുപ്പിന്റെ മന്ത്രിയാകാൻ പറ്റുമോ എന്ന് ആദ്യം നമുക്കൊന്ന് പരിശോധിക്കണം. മാലിദ്വീപിൽ ഭരണ അട്ടിമറിക്ക് ഇന്ത്യ ശ്രമിച്ചുവെന്ന് ഇന്ത്യക്കെതിരെ ഗുരുതരമായ ആരോപണമായി അമേരിക്കൻ പത്രം വാഷിംഗ്ടൺ പോസ്റ്റ്. അതിന്റെ ഭാഗമായുള്ള ഗൂഢാലോചനയിൽ പ്രതിപക്ഷമായ മാലിദ്വീപ് ഡെമോക്രാറ്റിക് പാർട്ടിയിലെ നേതാക്കൾ ഇന്ത്യയോട് $6 മില്യൺ ആവശ്യപ്പെട്ടുവെന്നും വാഷിംഗ്ടൺ പോസ്റ്റ് പ്രസിദ്ധീകരിച്ച ആ റിപ്പോർട്ടിൽ പറയുന്നുണ്ട്. ഒരു രാജ്യത്തെ ഭരണകൂടത്തെ അട്ടിമറിക്കാൻ നമ്മുടെ രാജ്യം ഇടപെട്ടെന്നല്ലേ ആ വാർത്തയുടെ അർത്ഥം? അതെ. ഇതൊക്കെ വായിക്കുമ്പോഴാണ് അമേരിക്കയെയും റഷ്യയെയും ചൈനയെയും ഒക്കെ പോലെ നമ്മുടെ രാജ്യവും പുരോഗമിക്കുന്നുണ്ടെന്ന ഒരാശ്വാസവും സന്തോഷവും നമുക്ക് കിട്ടുന്നത്. TP ചന്ദ്രശേഖർ വധക്കേസിലെ പ്രതി കൊടിശുനി പരോൾ ലഭിച്ച് പുറത്തിറങ്ങിയത് കൊടിശുനി തന്നെ പ്രതിയായ ന്യൂ മാഹി ഇരട്ടക്കൊലക്കേസിലെ വിചാരണ തുടങ്ങാനിരിക്കുന്ന ഈ സമയത്താണ്. 1 മാസത്തെ പരോൾ കാലയളവിനിടെ കേസിലെ സാക്ഷികളെ കൊടിസുനി സ്വാധീനിക്കാൻ സാധ്യതയുണ്ടെന്ന് ആക്ഷേപമുയർന്നിട്ടുണ്ട്. അതിപ്പോ ചില കേസ് പുറത്ത് ഒത്തുതീർപ്പാക്കി വരാൻ കോടതി പോലും പറയുന്ന കാലമല്ലേ. അങ്ങനെയാവുമ്പോ കൊടിസുനി പുറത്തിറങ്ങി 1 മാസം ഒന്ന് കറങ്ങിയാൽ പല കേസിനും തീരുമാനമാവും. പരോൾ തടവുകാരന്റെ അവകാശമാണെന്ന് CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ മാസ്റ്റർ പറഞ്ഞിട്ടുണ്ട്. TP വധക്കേസ് പ്രതി കൊടിസുനിക്ക് പരോൾ അനുവദിച്ചതുമായി ബന്ധപ്പെട്ട വിഷയത്തിലായിരുന്നു അദ്ദേഹത്തിന്റെ ആ പ്രതികരണം. അതേസമയം കൊലക്കേസ് പ്രതിയുടെ ഗൃഹപ്രവേശന ചടങ്ങിൽ പാർട്ടി നേതാക്കൾ പോയതിൽ എന്താണ് തെറ്റെന്നും സാമാന്യ മര്യാദയുടെ പേരിലാണ് പോയതെന്നും ഗോവിന്ദൻ വിശദീകരിച്ചു. ഇതൊക്കെ മൂപ്പരിങ്ങനെ പറഞ്ഞിട്ടില്ലെങ്കിൽ
പാർട്ടിയുടെ സാധാ സഖാക്കൾക്ക് എന്ത് തോന്നും? കുത്താനും വെട്ടാനും കൊല്ലാനും നാളെ ഈ പാർട്ടിക്ക് ആളെ കിട്ടുമോ? ഈ റോഡിൽ സ്റ്റേജ് കെട്ടി പൊതുസമ്മേളനം നടത്തിയതിനെ വീണ്ടും ന്യായീകരിച്ച് CPM നേതാവ് വിജയരാഘവൻ. ഒരു സമരം നടത്തിയാൽ അത് സഹിക്കാൻ പറ്റാത്ത ആളുകളുണ്ട് നമ്മുടെ നാട്ടിലെന്നും. റോഡിലൂടെ പ്രകടനം നടത്തേണ്ട മലയിൽ കൂടെ നടത്തിക്കോ എന്നാണ് ചിലരുടെ വാദമെന്നും സമരം ചെയ്യാൻ തെരുവെങ്കിലും വിട്ടുതരൂ എന്നുമാണ് ഞങ്ങൾ പറയുന്നതെന്നാണ് വിജയരാഘവന്റെ അഭിപ്രായം. ഇനിയെങ്ങാനും അടുത്ത തവണ അവർ പ്രതിപക്ഷത്തായാൽ സമരം ചെയ്യാൻ റോഡും തെരുവും ഒന്നും തികയില്ലെന്ന് ആർക്കാ അറിയാത്തത്? നമ്മുടെ കൂടെ നിന്ന് കുതികാൽ വെട്ടിയും ചതിച്ചും സുഖിക്കാമെന്ന് കരുതുന്നവർക്ക് നഷ്ടത്തിൻ്റെയും മോഹഭംഗത്തിൻ്റെയും കാലമായിരിക്കുമെന്ന് പറയുന്നതാരാ? PK ശശി. വരാനിരിക്കുന്നതൊന്നും ആയിരങ്ങളുടെ വിയർപ്പ് കൊണ്ട് കെട്ടിപ്പടുത്ത മഹാപ്രസ്ഥാനത്തെ പിടിച്ചുപറിയും കൊള്ളയും നടത്തി വെള്ള പുതപ്പിച്ച് ഉന്മാദിച്ചവർക്ക് ആഹ്ലാദത്തിന് വക നൽകില്ല പുതുവർഷമെന്നും മുൻ MLA PK ശശി പറഞ്ഞിട്ടുണ്ട്. ഒന്നിന്റെ മുമ്പിലും ആത്മാഭിമാനം പണയപ്പെടുത്താതിരിക്കുക, എവിടെയും സ്വന്തം അഭിപ്രായം പറയാൻ മടിക്കാതിരിക്കുക, ഉയിര് പോകും വരെ ഉശിരി കൈവിടാതിരിക്കുക എന്നൊക്കെ ശശി അന്നത്തെ ആ കുറിപ്പിൽ പറയുന്നുണ്ട്. എന്തായാലും പാർട്ടിയിലും നാട്ടിലും ശശി ആകേണ്ടി വന്നു. അവസാനം ശശിക്ക് ഇത്രയും പറയാൻ. ഇനി എത്ര ശശിമാർ ഇങ്ങനെ വരുമോ ആവോ? കുട്ടനാട് സീറ്റ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഏറ്റെടുക്കണമെന്നും ഒരു വള്ളത്തിൽ പോലും കയറാൻ ആളില്ലാത്ത പാർട്ടിയായി NCP മാറിയെന്നും വെള്ളാപ്പള്ളി നടേശൻ. മന്ത്രി പദവിക്കായി തോമസ് കെ തോമസിന്റെയും PC ചാക്കോയുടെയും ശ്രമങ്ങൾ കണ്ട് കേരളം ചിരിക്കുകയാണെന്നും വെള്ളാപ്പള്ളി പരിഹസിച്ചിട്ടുണ്ട്. SNDP യോഗത്തിന്റെ മുഖപത്രമായ യോഗനാഥത്തിലെ ലേഖനത്തിലാണ് എന്ന് തോന്നുന്നു അദ്ദേഹം ഈ വിമർശനം ഉന്നയിച്ചത്. അതിപ്പോ ഏതെല്ലാം പാർട്ടികൾക്ക് വള്ളത്തിലും വണ്ടിയിലും ഒക്കെ കയറ്റാൻ മാത്രമുള്ള ആളുകളുണ്ടെന്ന് അങ്ങ് ആണ്ടവനല്ലേ അറിയൂ. കിട്ടണ നേരം കൊണ്ട് കക്കണത് മിച്ചം. പാർട്ടിയിലുള്ള എല്ലാവരെയും ഓരോ ദിവസമെങ്കിലും മന്ത്രിയാക്കി ആഗ്രഹം സാധിച്ചു കൊടുക്കേണ്ടതാണ്. അതല്ലേ അതിൻ്റെ ഒരു ഇത്? ശരിയാ. ഈ തൃശൂർ ചേറ്റുവ പാലത്തിൽ വഴിവിളക്ക് കത്തിക്കണമെന്ന് ആവശ്യപ്പെട്ട് നടത്തിയ സമരത്തിന് പിന്നാലെ കത്തിയ വിളക്കും തൂണും എവിടെ പോയി? അതില്ലാതായി. വൈദ്യുതി വിളക്കുകൾ പ്രകാശിക്കാതായിട്ട് മാസങ്ങൾ പിന്നിട്ടതിനാൽ വിളക്കുകൾ പ്രകാശിപ്പിക്കണം എന്നാവശ്യപ്പെട്ട് സാമൂഹ്യ പ്രവർത്തകൻ ലത്തീഫ് കെട്ടുങ്ങൽ പാലത്തിൽ ചൂട്ട് കത്തിച്ച് പ്രതിഷേധിക്കുകയും ജില്ലാ കലക്ടർക്ക് പരാതിയും നൽകിയിരുന്നു. തുടർന്ന് കലക്ടർ വൈദ്യുതി വിളക്കുകൾ അടിയന്തരമായി പ്രകാശിപ്പിക്കാൻ നോട്ടീസ് അയക്കുകയും ചെയ്തു. വിളക്കുകൾ കത്തിയെങ്കിലും ദിവസങ്ങൾക്ക് ശേഷം പാലത്തിലെ വൈദ്യുതി വിളക്കുകളും തൂണുകളും അപ്രത്യക്ഷമാവുകയായിരുന്നു. പാലം വിഴുങ്ങുന്നവരുടെ നാട്ടിൽ വിളക്കും വിളക്കുകാലും അപ്രത്യക്ഷമായില്ലെങ്കിലല്ലേ ഉള്ളൂ അത്ഭുതം. ഭാഗ്യം. നമ്മുടെ പ്രതിഭ MLA BJPയിലേക്ക് ക്ഷണിച്ച് CPM മുൻ ഏരിയ കമ്മിറ്റി അംഗവും BJP സംസ്ഥാന സമിതി അംഗവുമായ അഡ്വക്കേറ്റ് വിപിൻ C ബാബു മകനെതിരായ കഞ്ചാവ് കേസിൽ പ്രതിഭ MLAയെ പിന്തുണച്ച് ഈ ബാബു ഫേസ്ബുക്ക് പോസ്റ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു. പക്ഷേ ആലപ്പുഴ എക്സൈസ് ഡെപ്യൂട്ടി കമ്മീഷണറെ അതോടെ മന്ത്രി നാട് കടത്തി. ആരാ എന്നോട് MLAയുടെ മകനെ തന്നെ കഞ്ചാവല്ല എന്ത് കുന്തം കണ്ടാലും അത് പിടിച്ച് കേസാക്കാൻ പറഞ്ഞത്? അനക്ക് അതിന്റെ വല്ല ആവശ്യം ഉണ്ടായിരുന്നോ? എക്സൈസ് കമ്മീഷണറുടെ സ്ഥലം മാറ്റം പ്രൊമോഷൻ ട്രാൻസ്ഫർ ആണെന്നാണ് MP രാജേഷ് പറയുന്നത്. ഇങ്ങനത്തെ പ്രൊമോഷൻ ട്രാൻസ്ഫർ വാങ്ങാൻ ഇനി ആരും തുനിയുമെന്ന് തോന്നുന്നില്ല. കട്ടപ്പനയിൽ ആത്മഹത്യ ചെയ്ത നിക്ഷേപകൻ സാബു തോമസിനെ കുറിച്ച് നടത്തിയ പരാമർശം നിഷേധിച്ച് MM മണി. സാബുവിന് മാനസികാരോഗ്യ പ്രശ്നം വല്ലതും ഉണ്ടോ എന്ന് പരിശോധിക്കണമെന്നാണ് ഈ മണി അന്ന് പറഞ്ഞത്. എന്നാൽ താൻ അങ്ങനെ പറഞ്ഞിട്ടില്ലെന്ന് പറഞ്ഞ MM മണി എന്തെങ്കിലും പ്രശ്നങ്ങൾ അലട്ടിയിരുന്നോ എന്നൊന്ന് പരിശോധിക്കണമെന്ന് മാത്രമാണ് അത്രേ പറഞ്ഞത്. ഇനി ആരേലും അല്ലെന്ന് പറഞ്ഞാൽ മണി ആശാനത് പുല്ല. കൂടുതൽ പറഞ്ഞാൽ 1, 2, 3. EP ജയരാജന്റെ ആത്മകഥാ വിവാദത്തിൽ DC ബുക്കിന്റെ മുൻ പബ്ലിക്കേഷൻ മേധാവി AV ശ്രീകുമാറിനെ ഒന്നാം പ്രതിയാക്കി പോലീസ് കേസെടുത്തു. BNS 316, 318 വകുപ്പുകൾ, IT ആക്ട് 79 തുടങ്ങിയ വകുപ്പുകൾ പ്രകാരമാണ് കേസെടുത്തിരിക്കുന്നത്. അപ്പോൾ പരിപ്പ് വടയും കട്ടൻ ചായയും ഇവിടം കൊണ്ടൊന്നും അവസാനിക്കില്ലല്ലേ രാജേട്ടാ? മാപ്ര മാർക്കറ്റിന്റെ ഈ എപ്പിസോഡ് ഇവിടെ അവസാനിപ്പിക്കുകയാണ്. നിങ്ങളുടെ വിലയേറിയ നിർദ്ദേശങ്ങളും അഭിപ്രായങ്ങളും ഞങ്ങളെ അറിയിക്കുക. നമസ്കാരം.
അറിഞ്ഞോ, കേരളത്തിൽ ഇപ്പോൾ വനിതകളുടെ മുന്നേറ്റം. +2 കഴിഞ്ഞവർ അബാക്കസ് അധ്യാപകരായി മാറുന്നു. ബി-സ്മാർട്ട് അബാക്കസിന്റെ വിമൻ എംപവർമെന്റ് പ്രോഗ്രാമിലൂടെ സൗജന്യ അധ്യാപക പരിശീലനവും സർട്ടിഫിക്കറ്റ് നേടാം. ആഴ്ചയിൽ 1 ദിവസം ജോലിയും വരുമാനവും. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ അധ്യാപകരുള്ള വിദ്യാഭ്യാസ സ്ഥാപനം. 20,000-ഓളം വനിതകൾ ഈ പ്രൊജക്ടിന്റെ ഭാഗമായി അധ്യാപകരായി ജോലി ചെയ്യുന്നു. ബി-സ്മാർട്ട് അബാക്കസ് ഇപ്പോൾ കേരളത്തിലെ എല്ലാ വാർഡുകളിലും. കൂടുതൽ അറിയാൻ ഉടൻ വാട്സ്ആപ്പിൽ ബന്ധപ്പെടുക. ബി-സ്മാർട്ട് അബാക്കസ് 9447164411.